ഓക്കെ, അപ്പോൾ നമുക്ക് നമസ്കാരം എല്ലാവർക്കും. ഇവിടെ ഒരു നമസ്കാരം പറഞ്ഞേക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. സെക്കൻഡ് പൈൽ നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ കാണാൻ വന്നവർക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, നമുക്ക് നിങ്ങളുടെ റീഡിംഗ് നോക്കാം. റോസ് ചൂസ് ചെയ്തവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം, നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കാം, ആൻഡ് നിങ്ങളെക്കുറിച്ച് കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം, ഗൈഡൻസ് ഒക്കെ നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളെക്കുറിച്ചൊരു എന്താ കിട്ടുന്ന ആദ്യം കാർഡ്സ് നോക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് പൈലിനും ഇതേ കാർഡ് വന്നിരുന്നു. സാലേ ഞാൻ എടുക്കുന്നു, എന്തായാലും കുഴപ്പമില്ല. ഇവിടെ എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ കാണുന്നത് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് നിങ്ങളെ ആരെങ്കിലും ബാക്ക് സ്റ്റാബ് ചെയ്ത പോലെ. ഓക്കെ, ചില എൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എൻഡിങ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജോലി. ഫസ്റ്റ് പൈലിലും ഐ തിങ്ക് സിമിലർ ആയിരുന്നു. ഒരു ആദ്യം വന്നത് അങ്ങനത്തെ ഒരു വിഷമം എന്നുള്ള രീതിയിൽ തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിയ ഒരു ഫീലിംഗ് ഉണ്ടാവാം. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പല കാരണങ്ങൾ കൊണ്ടുപോവാം. നിങ്ങൾക്ക് എന്തോ നഷ്ടം വന്നിട്ടുണ്ട്. ഓക്കെ, ചില ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ആരോടെങ്കിലും. ഓക്കെ, ആരോടെങ്കിലും നിങ്ങളെ കോൺഫ്ലിക്ട്സ് ഉണ്ടായി കാണാം. അത് വല്ലാതെ ലൈക്ക് ഒരു ഫൈറ്റ്സ് ഉണ്ടായത് നമ്മൾ പറയില്ലേ, ഒരു വല്ലാത്തൊരു ലെവലിലേക്ക് പോയി കാണും. പരസ്പരം ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ നിങ്ങളും സംസാരിച്ച് കാണാം, മറ്റേ വ്യക്തിയും ലൈക്ക് ആരായാലും ശരി, അതിപ്പോൾ ഫാമിലി ആയാലും ജോലി സ്ഥലത്തായാലും എവിടെയോ നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഫേസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തി കാണാം. നിങ്ങളെ അതായത് ഇല്ലാത്തത് പറയുക, കുറ്റപ്പെടുത്തുക. ഓക്കെ, പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാം, വീട്ടിലാണെങ്കിലും എല്ലാം നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് പോലും നിങ്ങളെ ബ്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ചതിക്കുക എന്ന രീതിക്കാണ് നമ്മൾ ശരിക്കും ഇതിൽ പറയുക. അതായത് പിന്നിൽ നിന്ന് കുത്തുക എന്നാണ് ശരിക്കും ഇതിൻ്റെ ഒരു ആക്ച്വൽ എൻഡിങ്സ് ആണ്. എൻഡിങ് എന്ന് വെച്ചാൽ ശരിക്കും നിങ്ങൾ ഒരുപാട് തകർന്നു പോയ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ വിചാരിച്ചു കാണില്ല, അതായത് എന്നെ എത്രത്തോളം മറ്റുള്ളവർ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ അവർ ഓരോ പ്രവൃത്തികളായിരിക്കാം, ചിലവർ പറയുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾ നല്ലോണം ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു ലൈക്ക് എല്ലാം നിങ്ങൾക്ക് അവസാനിച്ചു എന്ന രീതിയിൽ വരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അത്രത്തോളം. ഓക്കെ, നിങ്ങളുടെ ഈഗോ ഹേർട്ടായി എന്ന് പറയാം ഒരു തരത്തിൽ. ഓക്കെ, നിങ്ങളുടെ ഈഗോ വല്ലാതെ ഹേർട്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില, നമ്മൾ പറയില്ല, ഒരു പിക്ചറില്ലേ, ആ പിക്ചറൊക്കെ തകർന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവരെ കുറിച്ചുള്ള ചില മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, അതൊക്കെ എല്ലാം തെറ്റാണ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബാക്ക് സ്റ്റാബ് ചെയ്ത ഒരു ഇഫക്റ്റാണ് ശരിക്കും ഇത്. ഓക്കെ, ഇതിനെങ്ങനെ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം. ഓക്കെ, പണത്തിൻ്റെ കാര്യത്തിൽ മേ ബി ഫൈനാൻഷ്യൽ ചീറ്റിംഗ് ആരെങ്കിലും ചെയ്തു കാണാം. ഓക്കെ, അങ്ങനെയാവാം, കാരണം ഇവിടെ ഫൈനാൻസിൻ്റെ വന്നതുകൊണ്ടാണ്. യെസ്, ഇതുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം എന്താ പറയുക, രാത്രിയൊക്കെ നിങ്ങൾ ഉറക്കം വരെ പോയിട്ടുണ്ട്. അത്രയും നിങ്ങൾ ആലോചിച്ച് സ്ട്രെസ്ഫുള്ളാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു പ്രശ്നം എനിക്ക് വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചവർ പോലും നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാവില്ല. വിശ്വസിച്ചവർ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തി കാണാം. അവർ പോലും നിങ്ങളെ ചിലപ്പോൾ പിന്നിൽ നിന്ന് ചതിച്ചു എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അത് മേ ബി ഫൈനാൻഷ്യൽ കാര്യങ്ങൾ. ഓക്കെ, അത് മാത്രം ആവണമെന്നില്ല, റിലേഷൻഷിപ്പും ആവാം, എന്തും ആവാം. കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്, ഫാമിലിയിലൊക്കെ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആവാം, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ത് കാര്യത്തിലും ആവാം കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഈഗോ ഹേർട്ടായി വല്ലാതെ. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഈഗോ ഹേർട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവസാനം നിങ്ങൾക്കൊന്നും എല്ലാം നഷ്ടപ്പെട്ട പോലെ, അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ, അതിനെക്കുറിച്ച് വളരെയധികം നിങ്ങൾ വറീഡാണ്. ഓക്കെ, സ്ലീപ്ലെസ് നൈറ്റ്സ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഈ സംഭവം നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. ഓക്കെ, ബാക്കി നിങ്ങളെക്കുറിച്ച് എനിക്ക് ലേശം ഒന്ന് പറയാനുണ്ട്, ഞാൻ പറയാം. കുറച്ച് കാർഡ്സ് ഇവിടെ എടുത്തിട്ട് പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. ലേശം കൺഫ്യൂസായി ഫസ്റ്റ് പൈലും സെക്കൻഡ് പൈലും. ലൈക്ക് ഞാൻ ഇത്ര ലോങ് ആയി പോകുന്നു വിചാരിച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വന്നത്. നിങ്ങളെക്കുറിച്ച് ഇത് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കാം.
അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബിസിനസ്സിന്റെ കാര്യത്തിലും ആവാം, രണ്ട് കാര്യത്തിലും ആവാം ഈ ഇപ്പം നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ ആസ് എ പേഴ്സൺ എനിക്ക് കിങ് ഓഫ് കപ്സ്. ഓക്കെ, മറ്റേ ക്വീൻ ഓഫ് കപ്സ് ആയിരുന്നു വന്നത്, ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ജെൻസ് ആണോ കൂടുതൽ, അറിയില്ല. എനിവേ, ഓക്കെ, നിങ്ങളുടെ ഒരു നേച്ചർ വളരെ കെയറിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നതാണ് മറ്റുള്ളവരെ. യെസ്, ട്രസ്റ്റ് ബ്രോക്കൺ. ഓക്കെ, നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് ആ ട്രസ്റ്റ് ആണ് നിങ്ങളുടെ ബ്രേക്ക് ആയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്ന് ഓക്കെ ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി മതി. ഇവിടെ നിങ്ങളെക്കുറിച്ചൊരു കാർഡ്സ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, എനിക്ക് കുറച്ച് ക്യാരക്ടർ പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ ആയിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ചില മറ്റുള്ളവരെ കുറിച്ചുള്ള ചില ധാരണ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രീം വേൾഡിലായിരുന്നു ഓൾമോസ്റ്റ്. ഓക്കെ, ഇത് കിങ് ആണ്, പക്ഷെ മേ ബി നിങ്ങൾ ലേഡീസും ആവാട്ടോ, ലേഡീസും ആവാം, ജെൻസും ആവാം, ആരും ആവാം. നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ കെയർ ചെയ്തിട്ടുണ്ട്, വളരെ അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആണ് നിങ്ങൾ. ഓക്കെ, ഇതെല്ലാം ഉണ്ട്. അത്രയും അതുകൊണ്ടാണ് ആ കണ്ണടച്ച് നിങ്ങൾ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ ഒരു സംഭവം ഇവിടെ വന്ന് കിടക്കുന്നത്. നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്തില്ല. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ സ്വഭാവം വെച്ച് പറയുമ്പോൾ നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാറില്ല. ഓക്കെ, നിങ്ങൾ മറ്റുള്ള ശരിക്കും ആ ബൗണ്ടറി വെക്കേണ്ട അവിടെ നിങ്ങൾ വെക്കില്ല. ഓക്കെ, മറ്റുള്ളവരെ നിങ്ങൾ ഒരുപാട് അലവ് ചെയ്യും. അതായത് അവരെന്ത് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾ അത് വിട്ടുകൊടുത്തിട്ടും ഓക്കെ എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടാണ്. ഓക്കെ, ആ ബൗണ്ടറി നിങ്ങൾ വെച്ചിട്ടില്ല, അവിടെയാണ് നിങ്ങളുടെ ഇഷ്യൂ വന്നത്. ഓക്കെ, നിങ്ങൾ ശരി ഇവിടെ എനിക്ക് ഓക്കെ ഇത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പേഴ്സൺ ആയിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഡ്രീമർ എന്ന് പറയും. ഡ്രീമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് ഒരുപാട്. ഓക്കെ, അതായത് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. നിങ്ങൾ ഐ തിങ്ക് വളരെയധികം സ്വന്തമായിട്ട് ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു കരിയർ വേണം, നിങ്ങൾക്ക് കുറച്ച് ഏർണിംഗ് ഉണ്ടാവണം, സ്വന്തമായിട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഓക്കെ, നിങ്ങളുടെ സ്വന്തമായിട്ട് ഏർണിങ്ങും അതാണ് നിങ്ങൾക്ക് താല്പര്യം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കില്ല. എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ആരോടും പറയാതെ നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അതിലാണ് സന്തോഷം. ഓക്കെ, നിങ്ങൾ എപ്പോഴും അതിനാണ് ശ്രമിക്കാറ്. ആൻഡ് ഇവിടെ പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വളരെ ഇത് ജോലി കരിയർ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതേസമയം നിങ്ങൾ വളരെ കെയറിങ്ങും പേഴ്സണാണ്. നിങ്ങൾ മറ്റുള്ളവരെ അങ്ങോട്ട് കെയർ ചെയ്യും. ഓക്കെ, അങ്ങോട്ട് നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, ഒരുപാട് ട്രസ്റ്റ് ചെയ്യും, കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യും. അതന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും വരുന്നത്. സോറി, നിങ്ങൾ ബൗണ്ടറി വെച്ചിട്ടില്ല, അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് സ്വപ്നലോ ഓക്കെ, നിങ്ങൾക്ക് കുറേ ഡ്രീംസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനൊന്നും നിങ്ങൾ അതിനെ പോലും മാറ്റി വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ ഇതും ഈഗോവും ഒക്കെ ആയിട്ട് ഈ 10 of ഇതൊക്കെ ആയിട്ട് കണക്ഷൻ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചത് ഒരു സ്വപ്ന ലോകത്താണ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് റിയാലിറ്റി നിങ്ങൾ കണ്ടിട്ടില്ല, മറ്റുള്ളവരുടെ ഒരു റിയൽ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, കാരണം നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ അത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ്. ഇത് ആർക്കും ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയം വർക്ക് ചെയ്ത് നിങ്ങൾ ഏൺ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ബട്ട് മറ്റുള്ളവരും ശരിക്കും ചില റിയാലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഒരു ഇല്യൂഷനിൽ ജീവിച്ച ഒരു പേഴ്സണാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾ വേണ്ട അവിടെ നിങ്ങൾ ബൗണ്ടറി വെച്ചില്ല. ഓക്കെ, വേണ്ട അവിടെ നമുക്ക് ഓരോരുത്തരെയും നമ്മളെ ലൈഫിൽ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയോ ആ ഡ്രീം വേൾഡിലാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ ആയാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, നിങ്ങൾ അത്രത്തോളം അവരെ വിശ്വസിച്ചു. ഓക്കെ, അവർ ഒരു പേഴ്സൺ ആവാം, ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, ഫാമിലി ആവാം, കമ്മ്യൂണിറ്റി ആവാം, എന്തും ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ അവരെ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അവരെ ഒരു റിയൽ ഫേസ് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഒരു ഹാർട്ട് ബ്രേക്ക്, നിങ്ങൾ ഈ ഒരു വിഷമം അനുഭവിക്കുന്ന ബാക്ക് സ്റ്റാബിങ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ ഒരു ഐ തിങ്ക് നിങ്ങളെ കുറെ കൂടി സ്ട്രോങ് ആക്കാനാണ് ഇപ്പോൾ. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ
മോസ്റ്റ്ലി എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ബിസിനസ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻ രണ്ടും ആവാം കേട്ടോ. ഇത് നിങ്ങളുടെ അങ്ങനെ ഒരു പേഴ്സൺ, അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അതൊരു ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ശരിക്കും ഒരു ബിസിനസ് സ്ഥാപനം തന്നെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ഓഫീസിൽ കുറേ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അങ്ങനെയൊക്കെ ആവാം. പക്ഷെ ഇത് കൂടുതലും ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഒരു പാർട്ട്ണർ ആവാം. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പേഴ്സൺ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബാക്ക് സ്റ്റാബിങ് നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു ഫൈനാൻസിൻ്റെ കാര്യത്തിലും ആവാം ചിലപ്പോൾ. ഓക്കെ, ഫൈനാൻസിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചീറ്റിംഗ് കിട്ടി കാണാം. ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ, ഞാൻ എല്ലാം പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റിന്യൂവൽ വരുന്നുണ്ട്. ഓക്കെ, ചാലഞ്ചസ്, യെസ്. ഓക്കെ, ഇപ്പം നിങ്ങളോട് ഇതൊരു ഫ്യൂച്ചറായിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റം വരും. ഓക്കെ, സിറ്റുവേഷനിൽ ചേഞ്ച് വരും. നിങ്ങളിപ്പോൾ ഈ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ്, നിങ്ങളെ അത് വല്ലാതെ ആ ബാക്ക് സ്റ്റാബിങ് ശരിക്കും നിങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഒരു എൻഡ് ആയി എന്ന രീതിക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അതിൽ നിന്നൊരു റിന്യൂവലാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, പെട്ടെന്ന് ചില കാര്യങ്ങൾ മാറ്റം വരും. ആക്ച്വലി ഈ സംഭവങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാതെ ആയിരിക്കും നടന്നത്. അത് പക്ഷെ നിങ്ങൾക്ക് ചില റിയലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങൾ ഈ ഡ്രീം ഒന്ന് പുറത്തു വരണം. ഓക്കെ, ഈ ഒരു ഡ്രീമറായിട്ട് നിങ്ങൾ ഇരിക്കരുത് ഇനി. ഓക്കെ, നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാനുണ്ട്. ഈ കിങ് ഓഫ് വാട്ടർ എനർജിയും കിങ് ഓഫ് കപ്സ് എനർജിയാണ്. കിങ് ഓഫ് കപ്സ് നിന്ന് നിങ്ങൾ കിങ് ഓഫ് പെന്റിക്കിൾസിന്റെ എനർജിയിലേക്ക് നിങ്ങൾ വരണം ഇനി. ഓക്കെ, ഈ ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു വളരെയധികം ട്രസ്റ്റിങ്, കെയറിങ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക, അതിൽ നിന്ന് മാറി നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു റിന്യൂവൽ കാണുന്നുണ്ട്, പേടിക്കേണ്ട. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറി വരും, എല്ലാം നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ചിലത് ചെയ്യേണ്ടതുണ്ട്, വെറുതെ തനിയെ മാറില്ല അല്ലേ. അപ്പം നിങ്ങൾ ഇത്രയും കാലം മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്ത് നിന്നു, അങ്ങനെയൊക്കെ ചെയ്തത്, അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറാൻ തുടങ്ങാനുണ്ട്. നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള സമയമായി. ഓക്കെ, അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ആൾക്കാർ എന്തെങ്കിലും ബൗണ്ടറി നിങ്ങളുടെ ക്രോസ് ചെയ്താൽ നിങ്ങൾ സമ്മതിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് പറയാനും ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ആ ബൗണ്ടറി ഒരു ബൗണ്ടറി വെക്കാൻ പഠിക്കണം ഇനി. ഓക്കെ, ആരെ എത്രത്തോളം അലൗ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയേണ്ടെന്ന് ഓൾറെഡി ലോങ് റീഡിങ് ആയി. ചിലവർക്ക് ഓക്കെ ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പ് റീഡിങ് വല്ലതും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ റിയൂണിയൻ എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ അതിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാറാനുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളിൽ മാറ്റം വരണം. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൂടി ഡീൽ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, പേഴ്സണിനെ, അതായത് ഇപ്പോൾ പേഴ്സൺ നിങ്ങളെ കുറച്ച് എപ്പോഴും ഒരു ദിവസം വിളിച്ചു, 10 ദിവസം വിളിച്ചില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങനെ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ മാപ്പ് കൊടുത്ത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചിലത് നിങ്ങളൊരു മാറ്റം വേണം. എനിക്കിങ്ങനെ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഞാനൊരു സിമ്പിൾ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ ജോലി സ്ഥലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ, ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ അവർ ഈക്വൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അവിടെ പറയാൻ പഠിക്കണം. പറ്റില്ല, ഇങ്ങനെ സാധിക്കില്ല, ഇങ്ങനെ നടക്കില്ല എന്ന് പറയാൻ പറ്റണം. ഓക്കെ, അവനവന് വേണ്ടി അതാണ് സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ചിലവർക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബെറ്റർ ആവും, സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് കാണുന്നത്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളൊരു റിയൂണിയൻ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ആ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ലേശം 2 പൈലും ഓൾമോസ്റ്റ് സിമിലർ ആണ്, ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അഡ്വൈസ് ആക്ച്വലി പറഞ്ഞു വരുമ്പോൾ അവസാനം എല്ലാം ഒന്നാണ്. ഓക്കെ, നമുക്ക് ഈ ഡെക്കൊന്നും കൂടി ഒന്ന് നോക്കാം. ഈ ഡെക്കിന്ന് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, സൺ, ഐ തിങ്ക് ഫസ്റ്റ് ഫയലിലും തന്നെ വന്ന് സ്റ്റോം വാർണിംഗ്. സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഫയൽ നിങ്ങൾ ചൂസ് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് സെയിം ആയി തോന്നാം എവിടേക്കോ. എനിക്ക് കുറേ സിമിലാരിറ്റീസ് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണുന്നത് ഇതിൽ നിന്നും ഇവിടെ എടുത്തേക്കാം. ചില കാര്യങ്ങൾ മാച്ച് ഉണ്ട്. Ascending, very good. Seduction, the runner, ഒന്നുകൂടെ എടുത്തേക്കാം. ഓൾഡ് സ്കൂൾ.
ഓക്കെ, ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ചില സൈക്കിൾസ് എൻഡ് ആവണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു 10 എന്ന് പറയുമ്പോൾ എൻഡിങ് വന്ന പോലെ അല്ലെ, 10 ഓഫ് സോർട്സ് എൻഡിങ് വന്ന പോലെ എന്ന് പറഞ്ഞു. അത് ആ എൻഡിങ് ആവശ്യമാണ്. ഓക്കെ, ആ എൻഡിങ് നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ആവശ്യമാണ്. കാരണം അങ്ങനെ അത്രത്തോളം നിങ്ങൾ വേദന അനുഭവിക്കുമ്പോഴേ നിങ്ങൾ മാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറില്ല, അതേപോലെ തന്നെ ഇരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് ചില വേദനകൾ അത്രത്തോളം യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, നിങ്ങളെ സൈക്കിൾസ് ചിലത് എൻഡ് ചെയ്യാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, സോറി, ഇവിടെ സൺ ഉണ്ട്. സൺ എന്ന് പറയുമ്പോൾ യെസ്, നിങ്ങൾക്ക് ഹാപ്പിനെസ്, സന്തോഷം, വിക്ടറി, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളുടെ സക്സസ് എല്ലാം, ഓക്കെ, എല്ലാമാണ് ഇവിടെ പറയുന്നത്. സ്റ്റോം വാർണിംഗ് ഉണ്ട്. മേ ബി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. യൂണിവേഴ്സ് നിങ്ങൾക്ക് വാർണിംഗ് തരുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് നടന്നിട്ടില്ലെങ്കിൽ അത് വരും എന്നുള്ളൊരു വാർണിംഗ് ആണ് ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു വാർണിംഗ് ആണ്. ഞാൻ ഇവിടെ നിങ്ങളോട് വുമൺ ഹോൾഡിംഗ് എ കോയിൻ, ഞാൻ ആദ്യവും പറഞ്ഞു, അവിടെയും കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. ഇത് വുമൺ ആണെന്നേ ഉള്ളൂ, വുമൺ ആവാം, മാൻ ആവാം. പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ജോലി, കരിയർ, നിങ്ങൾക്ക് നല്ലൊരു കരിയർ കിട്ടുന്ന രീതിയിലാണ്. നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനും നിങ്ങളുടെ ഒരു ഏണിങ്ങിനും വേണ്ടിയുള്ളത് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നടക്കും. ഓക്കെ, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണ്, നിങ്ങൾക്ക് ഏണിംഗ് കിട്ടാനുള്ള സാധ്യതയാണ്. ഓൾറെഡി ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻസ്, കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ കാര്യത്തിൽ നിങ്ങളൊരു അവനവൻ്റെ സേഫ്റ്റി നിങ്ങൾ നോക്കുക. നിങ്ങൾ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഒരു ഏണിങ്ങിനെ നിങ്ങൾ ഫോക്കസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. അസെൻഡിങ് ഉണ്ട്, ലേണിംഗ് ആൻഡ് എക്സ്പാൻഷൻ, പ്രിപ്പയറിംഗ് ഫോർ യൂണിയൻ, രണ്ടും ഉണ്ട്. ഓക്കെ, ഇത് ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ കരിയറിലെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ചില ലെസൺസ് പഠിക്കുകയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞില്ലേ, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നത്, അത് നിങ്ങൾക്ക് ലെസൺ ആണ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് മാറ്റേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ്. ആൻഡ് ഇവിടെ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ യൂണിയൻ ഉണ്ട്. ചിലവർക്ക് ഇപ്പോൾ ഒരു സോൾമേറ്റുമായിട്ടുള്ള ഒരു യൂണിയൻ കൂടി പ്രതീക്ഷിക്കാം. ഓക്കെ, ചിലപ്പോൾ പുതിയ വ്യക്തികൾ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പഴയ വ്യക്തി തന്നെ മാറി വരുന്നതുമായിരിക്കാം. അങ്ങനെയുണ്ട്, രണ്ടും ഉണ്ട്. അട്രാക്ഷൻ, ടീസിങ്, ഹുക്കിംഗ് അപ്പ്, ഡേറ്റ്, തേർഡ് പാർട്ടി. ഓക്കെ, ഐ തിങ്ക് ബാക്ക് സ്റ്റാബിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയി കാണാം. അതാണ് നമ്മൾ ബാക്ക് സ്റ്റാബിംഗ് എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന രീതിക്ക് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. എല്ലാവർക്കും അല്ല കേട്ടോ. ഓക്കെ, ഞാൻ ജോലി, കരിയർ എല്ലാം ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്, എല്ലാം കൂടി ഒന്നിച്ചാണ്. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയി കാണാം. ആൻഡ് ഇവിടെ റണ്ണർ. ഓക്കെ, ഫിയർ ഓഫ് ഇൻറ്റിമസി, റണ്ണിങ് അവേ, ഇൻറ്റൻസിറ്റി, ലെറ്റിംഗ് ഗോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ റണ്ണറായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് അവരെ നിങ്ങൾ അവരുടെ അടുത്ത് മെസ്സേജ് ഇട്ടൊക്കെ പോകുമ്പോൾ അവർ റിപ്ലൈ തരില്ല. ആൻഡ് ആക്ച്വലി ഞാൻ ഈ ഡെക്ക് എടുത്ത് തെറ്റിപ്പോയിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ ഞാൻ പറഞ്ഞു. ഐ തിങ്ക് ഇവിടെ കൂടുതൽ വേറെ ഡെക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്, ഇത് കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് ആയിപ്പോയി. പക്ഷെ ഓക്കെ, എന്തായാലും നമ്മൾ കരിയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഓക്കെ, ഇതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക നിങ്ങൾ. ഓക്കെ, അവർക്ക് തോന്നുമ്പോൾ അവർ തിരിച്ച് വന്നോട്ടെ. ഓക്കെ, അങ്ങനെ വിട്ടേക്കുക, ഞാൻ കൂടുതൽ പറയുന്നില്ല. ആൻഡ് ഇവിടെ നിങ്ങളുടെ ചില കാര്യങ്ങൾ മാറ്റാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഔട്ട്ഡേറ്റഡ് തിങ്കിങ്, കണ്ടീഷനിങ്, റീപ്ലേയിങ് ഈവൻസ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ട് ചിന്തകളാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മുടെ 10 ഓഫ് സോർട്സും 9 ഓഫ് സോർട്സും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നൊക്കെ ഒന്ന് നിങ്ങൾ മാറി വരിക. ഓക്കെ, ആ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില സൈക്കിൾസ് എൻഡാവും. ആ സൈക്കിൾസ് എൻഡായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചേഞ്ചസ് വരാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളത് പഠിക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, അങ്ങനെ ചില വേദനകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ പഠിക്കാനുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങളെവിടെ ആരെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണം, എത്രത്തോളം വിട്ടുകൊടുക്കണം, അതെല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കെയറിങ് കണക്ഷൻ വരും. അല്ലേ, കെയറിങ് കണക്ഷൻ, സോറി, അല്ല, സോൾമേറ്റ് റിയൂണിയൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് നിങ്ങൾ ആദ്യം ചേഞ്ചസും വരുത്തണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പൈൽ. ഓക്കെ, ഓൾറെഡി 2 പൈലും നല്ല റോങ് ആയി. അതുകൊണ്ടാണ് ഞാൻ 2 ഇതായിട്ട് ഇടുന്നത്. ലേശം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഐ എം സോറി. ഓക്കെ, ഞാൻ ടാഗിൽ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഞാനിത് എടുത്തു വെക്കാൻ പോയപ്പോഴാണ് ഓർമ്മ വന്ന് ഞാൻ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കൂടി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ലെറ്റേഴ്സ് ആൻഡ് ഡേറ്റ്സോ എന്തെങ്കിലും ആയിരിക്കാം. നമുക്ക് നമ്പേഴ്സും നോക്കാം. സൗണ്ട് ഒന്ന് കുറച്ചോളൂ. സെക്കൻഡ് പൈലുകാർക്ക് ഓക്കെ, കുറേ ഉണ്ടെന്ന് തോന്നുന്നു. NOBUZYSWT. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ, ഞാൻ പറയുമ്പോൾ. കാരണം അത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോസ് ചെയ്ത് കേൾക്കേണ്ടി വരും. ഓക്കെ, NBOYUZSWT. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ ഓക്കെ 2 6
ഓക്കെ, 2 6 ഉണ്ട് ഇവിടെ, 9 ഉണ്ട്, 5 രണ്ടെണ്ണം ഉണ്ട്, 4 എല്ലാം തോന്നുന്നു, 2 3 2 7 8 ആക്ച്വലി എല്ലാ നമ്പറും ഉണ്ട്. 1 ഒഴിച്ച് എല്ലാം തോന്നുന്നു. വൺ ഒഴിച്ചെല്ലാം ഉണ്ട് കേട്ടോ നമ്പേഴ്സ്. 6 9 5 4 3 2 7 8. ഓക്കെ, എല്ലാ നമ്പേഴ്സും ഉണ്ട് ഇവിടെ. സോ ഇതും കൂടി എടുക്കാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.